ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് ആർഗ്യുമെന്റ്സ് ആൻഡ് വെൻ ഡയഗ്രാംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെൻ ഡയഗ്രാം പറഞ്ഞായിരുന്നു. സെറ്റുകളെ പിക്ചോറിയലി റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതാണ് വെൻ ഡയഗ്രാം. അവിടെ യൂണിവേഴ്സൽ സെറ്റ് യുവിനെ നമ്മൾ റെക്റ്റാങ്കിളിനകത്തും ബാക്കിയുള്ള സെറ്റുകളെ നമ്മൾ ഈ റെക്റ്റാങ്കിളിനകത്ത് ഡിസ്കുകളായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത രണ്ട് കൺസെപ്റ്റാണ് എങ്ങനെയാണ് ആർഗ്യുമെന്റ്സുകളെ നമ്മൾ വെൻ ഡയഗ്രത്തിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ മെനി വെർബൽ സ്റ്റേറ്റ്മെന്റ് ആർ എസെൻഷ്യലി സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സെറ്റ്സ് ആൻഡ് ക്യാൻ ദെയർഫോർ ഡിസ്ക്രൈബ്ഡ് ബൈ വെൻ ഡയഗ്രാംസ്. അതായത് സെറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെന്റുകളെ അതിനെ നമ്മൾ വെർബൽ സ്റ്റേറ്റ്മെന്റുകളായിട്ട് എഴുതുന്നു. ആ വെർബൽ സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ വെൻ ഡയഗ്രത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് കുറേ സ്റ്റേറ്റ്മെന്റ്, ഇതിന് എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കുറേ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ആരെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്? സെറ്റുകളെ സംബന്ധിച്ചുള്ള കുറേ സ്റ്റേറ്റ്മെന്റുകളെ അതിനെ നമ്മൾ വെർബൽ സ്റ്റേറ്റ്മെന്റുകളാണ്. ആ വെർബൽ സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ വെൻ ഡയഗ്രത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ആ വെൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ആർഗ്യുമെന്റുകൾ വാലിഡ് ആണോ അല്ലയോ എന്ന് പറയുന്നത്. വെൻ ഡയഗ്രാംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ആർഗ്യുമെന്റുകൾ വാലിഡ് ആണോ അല്ലയോ എന്ന് പറയുന്നു. ഇതാണ് ആർഗ്യുമെന്റും വെൻ ഡയഗ്രവും തമ്മിലുള്ള റിലേഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റുകളെ സംബന്ധിച്ച് നമുക്ക് കുറേ സ്റ്റേറ്റ്മെന്റുകൾ തരുന്നു. ആ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് വെച്ചാൽ ആർഗ്യുമെന്റുകളായിരിക്കും. ആ ആർഗ്യുമെന്റുകളെ നമ്മൾ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ ആർഗ്യുമെന്റുകളെ നമ്മൾ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കത് വാലിഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇതാ ഞാനിവിടെ ആർഗ്യുമെന്റ് എന്താണ്, വാലിഡ് എന്താണ്, അതിനൊരു നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സിലബസിൽ അതില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വേർ സം സ്റ്റേറ്റ്മെന്റ് പ്രിമൈസസ് ആർ ഇന്റൻഡഡ് ടു സപ്പോർട്ട് അനദർ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ. അതായത് ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ കുറേ സ്റ്റേറ്റ്മെന്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ചില സ്റ്റേറ്റ്മെന്റുകൾ പ്രിമൈസസ് ആയിരിക്കും. പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് കൺക്ലൂഷൻ. പ്രിമൈസസും ഉണ്ട്, കൺക്ലൂഷനും ഉണ്ട്. കുറേ സ്റ്റേറ്റ്മെന്റുകൾ പ്രിമൈസസുകളാണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് പ്രിമൈസസ്. ഇപ്പം നമുക്ക് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പം എന്താണ് 8:30 ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നാൽ 8:30 ബസ് കിട്ടത്തുള്ളൂ. അപ്പോൾ 8:30 ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ 8:30 ബസ് കിട്ടണം. ഇതൊക്കെ തമ്മിൽ പരസ്പരം റിലേറ്റഡ് അല്ലേ? അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റൊരു സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിമൈസസ് എന്ന് പറയുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റിൽ എത്തിച്ചേരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ സ്റ്റേറ്റ്മെന്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഇനി ആർഗ്യുമെന്റ് വാലിഡ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ്? അതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കലി പ്രിമൈസസുകളെ ഫോളോ ചെയ്യണം. മനസ്സിലായി? നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ 1 by 1 ആയിട്ട് പറഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ എത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഏകദേശം ശരിയായിട്ട് വരണം. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഫോളോ ചെയ്ത് വരേണ്ടതായിരിക്കണം ഏറ്റവും ലാസ്റ്റിലുള്ള സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, അതായത് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് വാലിഡ് ആണെന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അപ്പം ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ പ്രിമൈസസുകളുടെയും കൺക്ലൂഷന്റെയും കളക്ഷനെയാണ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിമൈസസുകൾ എന്താണ്? ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റിൽ എത്തിച്ചേരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഈ കൺക്ലൂഷൻ ആരെ ഫോളോ ചെയ്തായിരിക്കണം വരേണ്ടത്? പ്രിമൈസസുകളെ ഫോളോ ചെയ്ത് വേണം കൺക്ലൂഷൻ എത്തിച്ചേരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ആ കൺക്ലൂഷൻ എന്തായിരിക്കും? വാലിഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആർഗ്യുമെന്റ് എന്താണെന്ന് പറഞ്ഞു? വാലിഡ് ആണെന്ന് പറഞ്ഞു. പ്രിമൈസസ് എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിമൈസസ് എന്ന് പറഞ്ഞ്. ഇനി ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ സപ്പോർട്ട് ചെയ്താണോ എത്തിച്ചേരുന്ന ആ സ്റ്റേറ്റ്മെന്റ് ആണ് കൺക്ലൂഷൻ. ഇനി ആർഗ്യുമെന്റ് വാലിഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ആർഗ്യുമെന്റ് ഈസ് വാലിഡ് ഇഫ് അസ്യൂമിംഗ് ദ പ്രിമൈസസ് ആർ ട്രൂ. ഈ പറഞ്ഞിരിക്കുന്ന പ്രിമൈസസുകളെല്ലാം ട്രൂ ആകുകയും അതിലൂടെ കൺക്ലൂഷനും എന്താകുന്നു? ട്രൂ ആകുന്നു. അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് നമ്മൾ എന്താണെന്ന് പറയുന്നു? വാലിഡ് ആണെന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അപ്പം ആർഗ്യുമെന്റിനകത്ത് പ്രിമൈസസും ഉണ്ട്, കൺക്ലൂഷനും ഉണ്ട്. പ്രിമൈസസുകളെല്ലാം ട്രൂ ആകുന്നു, അതനുസരിച്ച് കൺക്ലൂഷനും ട്രൂ ആണെങ്കിൽ നമ്മുടെ ആർഗ്യുമെന്റ് എന്തായിരിക്കും? വാലിഡ് ആയിരിക്കും. പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്, ഓരോ സ്റ്റേറ്റ്മെന്റുകളെയും സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്ത സ്റ്റേറ്റ്മെന്റുകളിലൂടെ ലാസ്റ്റിൽ എത്തിച്ചേരുന്ന റിസൾട്ട് ആണ് കൺക്ലൂഷൻ. ലോജിക്കലി ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പ്രിമൈസസുകളെല്ലാം ഫോളോ ചെയ്തിട്ടാണ് കൺക്ലൂഷൻ എത്തിച്ചേരുന്നത്. പ്രിമൈസസുകളെല്ലാം ട്രൂ ആണ്, അപ്പോൾ കൺക്ലൂഷനും ട്രൂ ആകുന്നു, ആർഗ്യുമെന്റ് വാലിഡ് ആകുന്നു. ഓക്കെ, ഇതാണ് ആർഗ്യുമെന്റ്, വാലിഡ് ആർഗ്യുമെന്റ് എന്നുള്ള കൺസെപ്റ്റ്. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ആർഗ്യുമെന്റ് ഞാനിവിടെ പറഞ്ഞതുകൊണ്ടാണ് ആ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞത്. സിലബസിലില്ല, ജസ്റ്റ് നിങ്ങൾ ആ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, ഇനി എന്താ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പ്രിമൈസ് പറയുന്നത് ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. എല്ലാ ഹ്യൂമൻസും മോർട്ടൽ ആണെന്ന് പറയുന്നു.
രണ്ടാമത്തെ പ്രിമൈസ് സോക്രട്ടീസ് ഈസ് എ ഹ്യൂമൻ, സോക്രട്ടീസ് ഒരു ഹ്യൂമൻ ആണെന്ന് പറയുന്നു. മൂന്നാമത്തെ കൺക്ലൂഷൻ എന്താണ്? therefore സോക്രട്ടീസ് ഈസ് എ മോർട്ടൽ, അതുകൊണ്ട് സോക്രട്ടീസ് എന്താണ്? മോർട്ടൽ ആണ്. ഇത് രണ്ട് പ്രിമൈസും ഉണ്ട്, ഒരു കൺക്ലൂഷനും ഉണ്ട്. അപ്പൊ ഇതെല്ലാം സ്റ്റേറ്റ്മെന്റുകളുടെ സെറ്റുകളല്ലേ? അപ്പം ഇത് സ്റ്റേറ്റ്മെന്റുകളുടെ സെറ്റുകളാകുമ്പോൾ ഇതെന്താണ്? ഇത് ആർഗ്യുമെന്റ് ആണ് അല്ലെ? ഇത് സ്റ്റേറ്റ്മെന്റുകളുടെ സെറ്റാണ്. അപ്പൊ ഇതെന്താണ്? ആർഗ്യുമെന്റ് ആണ്. അപ്പം അതിലെ ആദ്യത്തെ രണ്ടെണ്ണം പ്രിമൈസ് ആണ്. ആ രണ്ട് പ്രിമൈസിൽ നിന്നാണ് നമ്മൾ എവിടെ എത്തിച്ചേരുന്നത്? കൺക്ലൂഷൻ എത്തിച്ചേരുന്നത്. എല്ലാ ഹ്യൂമൻസും മോർട്ടലും ആണ്. സോക്രട്ടീസ് ഹ്യൂമനും ആകുമ്പോൾ ഉറപ്പായിട്ടും സോക്രട്ടീസ് എന്തായിട്ട് മാറും? മോർട്ടലാണ്. അപ്പൊ പറഞ്ഞ കാര്യം ശരിയല്ലേ? ഒന്നാമത്തെ പ്രിമൈസ് ശരിയാണ്, എല്ലാ ഹ്യൂമൻസും മോർട്ടൽ ആണെന്ന് പറഞ്ഞ ആ പ്രിമൈസ് ശരിയാണ്. സോക്രട്ടീസ് ഒരു ഹ്യൂമൻ ആണ്, അതും ശരിയാണ്. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? സോക്രട്ടീസ് ഈസ് എ മോർട്ടൽ എന്ന് പറഞ്ഞ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ആർഗ്യുമെന്റ് എന്താണ്? ആർഗ്യുമെന്റ് വാലിഡ് ആയിരിക്കും അല്ലെ? പ്രിമൈസസ് രണ്ടും ട്രൂ ആണ്, അതുകൊണ്ട് കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. അപ്പൊ ആർഗ്യുമെന്റ് എന്തായിരിക്കും? വാലിഡ് ആയിരിക്കും. ഓക്കെ, ഇതും നിങ്ങൾക്ക് ഈ ആർഗ്യുമെന്റും പ്രിമൈസസും ആർഗ്യുമെന്റ് എങ്ങനെയാണ് വാലിഡ് ആകുന്നതെന്നുള്ളതിനുള്ള എക്സാമ്പിൾ ആണ്. വെൻ ഡയഗ്രാം ഒന്നുമില്ലാതെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നൊരു എക്സാമ്പിൾ ആണിത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ആർഗ്യുമെന്റ്, വാലിഡ് ആർഗ്യുമെന്റ്, പ്രിമൈസസ് അതിന്റെ ട്രൂ. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വെൻ ഡയഗ്രത്തിൽ പറയുന്നത് നോക്കാം. നോക്കിട്ടെ. ഷോ ദാറ്റ് ദ ഫോളോയിങ് ആർഗ്യുമെന്റ് ഈസ് വാലിഡ്. താഴെ തന്നിരിക്കുന്ന ആർഗ്യുമെന്റ് വാലിഡ് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓൾ മൈ ടിൻ ഓബ്ജക്ട്സ് ആർ സോസ്പാൻസ്. എൻ്റെ എല്ലാ ടിൻ ഓബ്ജക്ട്സുകളും സോസ്പാൻ ആണ്. ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തേതോ ഐ ഫൈൻഡ് ഓൾ യുവർ പ്രസൻസ് വെരി യൂസ്ഫുൾ. ഞാൻ എൻ്റെ എല്ലാ പ്രസൻറ്റുകളും ഐ ഫൈൻഡ് ഓൾ യുവർ പ്രസൻസ് വെരി യൂസ്ഫുൾ. നിങ്ങളുടെ എല്ലാ പ്രസൻസുകളും എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. മൂന്നാമത്തേതോ നൺ ഓഫ് മൈ സോസ്പാൻ ഈസ് ഓഫ് ദ സ്ലൈറ്റസ്റ്റ് യൂസ്. എൻ്റെ ഒരു സോസ്പാന് പോലും ചെറിയതായിട്ട് പോലും ഒരു യൂസും ഇല്ല. ലാസ്റ്റ് എസ് എന്താ പറയുന്നത്? യുവർ പ്രസൻസ് ടു മീ ആർ നോട്ട് മെയ്ഡ് ഓഫ് ടിൻ. എൻ്റെ നിങ്ങളുടെ പ്രസൻസുകൾ എന്തുപയോഗിച്ചല്ല മെയ്ഡ് ചെയ്തേക്കുന്നത്? ടിൻ ഉപയോഗിച്ചിട്ടല്ല മെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പം ആദ്യത്തെ S1 S2 S3 എന്ന് പറയുന്നത് എന്താണ്? പ്രിമൈസസ് ആണ്. ലാസ്റ്റിലത്തെ S എന്താണ്? കൺക്ലൂഷൻ ആണ്. ഈ 4 പ്രിമൈസും കൺക്ലൂഷനോടെ ചേരുന്ന ഈ 4 സെറ്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ആർഗ്യുമെന്റ് വാലിഡ് ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? അതിന്റെ പ്രിമൈസസുകളെല്ലാം ട്രൂ ആകണം. അതിനനുസരിച്ച് അതിന്റെ കൺക്ലൂഷനും എന്താകണം? ട്രൂ ആകണം അല്ലെ? അപ്പൊ നോക്കിയേ, അപ്പൊ എങ്ങനെയാ ട്രൂ ആകുന്നതെന്ന് നോക്കിയേ. എൻ്റെ എല്ലാ ടിൻ ഓബ്ജക്ട്സുകളും സ്റ്റേറ്റ്മെന്റ് S1 S2 S3 അസംഷൻസും, ലാസ്റ്റ് അസംഷനാണ് പ്രിമൈസസ് ആണ്. ആദ്യത്തെ S1 S2 S3 അസംഷൻ ആണ്. അസംഷൻ എന്ന് പറയുമ്പോൾ അത് പ്രിമൈസസ് ആണ്. ലാസ്റ്റ് എഴുതിയ ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്നവർ കൺക്ലൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഈ ആർഗ്യുമെന്റ് വാലിഡ് ആകണമെങ്കിൽ ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആരെയൊക്കെ ഫോളോ ചെയ്യണം? ഈ 3 പ്രിമൈസസിനെയും ഫോളോ ചെയ്യണം അല്ലെ? S1 S2 S3 ഇത് 3ഉം കൂടെ ഫോളോ ചെയ്തായിരിക്കണം നമുക്ക് ഈ കൺക്ലൂഷൻ S കിട്ടേണ്ടത്. അപ്പൊ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ നോക്കിയട്ടെ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ആദ്യത്തെ 3 S1 S2 S3 എന്ന് പറയുന്ന ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്? പ്രിമൈസ് ആണ്. ഈ ലാസ്റ്റിൽ എഴുതിയ S എന്താണ്? S എന്ന് പറയുന്ന കൺക്ലൂഷൻ ആണ്. പ്രിമൈസസ് എന്നോ അസംഷൻ എന്നോ വിളിക്കാം കേട്ടോ. ഇത് 4ഉം കൂടെ ചേരുമ്പോൾ പ്രിമൈസസും കൺക്ലൂഷനോടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? ആർഗ്യുമെന്റ് ആയിട്ട് മാറും. പ്രിമൈസസും കൺക്ലൂഷനോടെ ചേരുമ്പോൾ ആർഗ്യുമെന്റ് ആവും. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെന്റ് S1 S2 S3 നമുക്ക് എന്താണെന്ന് പറയാം? അസംഷൻസ് ആണെന്ന് പറയാം. അസംഷൻ എന്നോ പ്രിമൈസസ് എന്നോ വിളിക്കാം. S1 S2 S3 അസംഷൻ ആണ്. S എന്താണ്? ഏറ്റവും ലാസ്റ്റിലത്തെ S കൺക്ലൂഷൻ ആണ്. ആർഗ്യുമെന്റ് വാലിഡ് ആകുന്നത് എപ്പോഴാണ്? ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഈ S1 S2 S3 ഇത് 3ഉം കൂടെ ഫോളോ ചെയ്തായിരിക്കണം കൺക്ലൂഷൻ കിട്ടേണ്ടത്. ഓക്കെ, S1 അനുസരിച്ച് എന്താ പറയുന്നത്? ടിൻ ഓബ്ജക്ട്സുകളെല്ലാം ആരെയാ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? സോസ്പാനെയാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അതല്ലേ S1 പറയുന്നത്? ദാ ഓൾ മൈ ടിൻ ഓബ്ജക്ട്സ് ആർ സോസ്പാൻ. എൻ്റെ എല്ലാ ടിൻ ഓബ്ജക്ട്സും സോസ്പാനെയാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. S3 എന്താ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് സോസ്പാൻ ആൻഡ് ദ സെറ്റ് ഓഫ് യൂസ്ഫുൾ തിങ്സ് ആർ ഡിസ്ജോയിന്റ് എന്നാണ് അല്ലെ? എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് സോസ്പാന് എന്താണ്? യുവർ പ്രസൻസ് ടു മീ ആർ നോട്ട് മെയ്ഡ് അപ്പ് ഓഫ് ടിൻ. നിങ്ങളുടെ പ്രസൻസുകൾ എന്തുപയോഗിച്ചല്ല മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ടിൻ ഉപയോഗിച്ചിട്ടല്ല മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ടിന്നുകളെല്ലാം, ടിൻ ഓബ്ജക്ട്സുകളെല്ലാം സോസ്പാൻ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു നിങ്ങളുടെ പ്രസൻസുകളെല്ലാം എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. എൻ്റെ ഒരു സോസ്പാനും ഒരു ഉപയോഗം പോലും ഇല്ല. പക്ഷെ നിങ്ങളുടെ പ്രസൻസുകളെല്ലാം എന്തുപയോഗിച്ചിട്ടല്ല? ടിൻ ഉപയോഗിച്ചിട്ടല്ല ഫോളോ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാ ടിൻ ഓബ്ജക്ട്സും സോസ്പാൻ ആണ് അല്ലെ? പക്ഷെ സോസ്പാൻ ഒരു ഉപയോഗം ഉണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളുടെ പ്രസൻസുകളെല്ലാം എന്താണ്? വെരി യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ പ്രസൻസുകൾ എന്തുപയോഗിച്ചിട്ടല്ല മെയ്ഡ് ചെയ്തേക്കുന്നത്? ടിൻ ഓബ്ജക്ട്സുകൾ ഉപയോഗിച്ചിട്ടല്ല മെയ്ഡ് ചെയ്തേക്കുന്നത്.
അപ്പം നിങ്ങളുടെ ഒബ്ജക്ട്സുകൾ ടിൻ ഉപയോഗിച്ചിട്ടല്ല മെയ്ഡ് ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു എന്താണ്, നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, നിങ്ങളുടെ പ്രസൻസുകളെല്ലാം എനിക്ക് വളരെ യൂസ്ഫുൾ ആണ് അല്ലെ, പക്ഷെ നിങ്ങളുടെ പ്രസൻസുകളെല്ലാം ടിൻ ഉപയോഗിച്ചിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ല. എന്ന് പറയുമ്പോൾ ടിൻ ഓബ്ജക്ട്സ് സോസ്പാൻ ആണ്, സോസ്പാൻ എനിക്ക് ഉപയോഗമില്ല. നിങ്ങളുടെ സാധനങ്ങളൊന്നും എന്തല്ല, സോസ്പാൻ അല്ല. അപ്പൊ നിങ്ങളുടെ സാധനങ്ങളെല്ലാം എനിക്ക് എന്താണ്, യൂസ്ഫുൾ ആണ്. അപ്പം ഈ ലാസ്റ്റ് എഴുതിയ കൺക്ലൂഷൻ എന്ന് പറയുന്ന ഈ S1 S2 S3 ഫോളോ ചെയ്യുന്നില്ലേ, അപ്പൊ അതെന്തായിരിക്കും, വാലിഡ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. S1 പറയുന്ന എന്താണ്, എല്ലാ ടിൻ ഓബ്ജക്ട്സും സോസ്പാൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി S3 എന്ത് പറയുന്നുണ്ട്, സോസ്പാന് ഒരു ഉപയോഗം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് S1 പറയുന്നു എല്ലാ ടിൻ ഓബ്ജക്ട്സും സോസ്പാൻ ആണ്, സോസ്പാൻ ഒരു ഉപയോഗം ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് തമ്മിൽ എന്താണ്, ഡിസ്ജോയിന്റ് ആണ്. ഇനി S2 എന്താ പറയുന്നത്, നിങ്ങളുടെ പ്രസൻസ് എല്ലാം എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ അവരുടെ പ്രസൻസ് യൂസ്ഫുൾ ആണെന്ന് പറയുമ്പോൾ അവരുടെ പ്രസൻസുകളൊന്നും എന്തുപയോഗിച്ചല്ല മേക്ക് ചെയ്തേക്കുന്നത്, ടിൻ ഉപയോഗിച്ചിട്ടല്ല മേക്ക് ചെയ്തേക്കുന്നത്. ടിൻ ഉപയോഗിച്ചായിരുന്നുവെങ്കിൽ അത് എന്തായേനെ, സോസ്പാൻ ആയേനെ. സോസ്പാൻ ആണെങ്കിൽ അതിന് എന്തില്ല, ഉപയോഗമില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അവരുടെ ഇതെല്ലാം എന്താണ്, യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ അതൊന്നും എന്തുപയോഗിച്ചിട്ടല്ല മേക്ക് ചെയ്യുന്നത്, ടിൻ ഉപയോഗിച്ചിട്ടല്ല മേക്ക് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എന്താണ്, യൂസ്ഫുൾ ആണ്. അത് സോസ്പാൻ മാത്രമേ ഉള്ളൂ ടിൻ ഉപയോഗിച്ച് മേക്ക് ചെയ്യുന്നത്, അത് ഉപയോഗപ്രദമല്ലാതെ. അപ്പം ഈ 3 പ്രിമൈസസും ഫോളോ ചെയ്യുന്നതാണ് നമ്മുടെ കൺക്ലൂഷൻ S എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് എന്തായിരിക്കും, വാലിഡ് ആയിരിക്കും. ഓക്കെ, S1 പറയുന്ന ടിൻ ഓബ്ജക്ട്സിനകത്ത് സോസ്പാൻ ഉണ്ട്. S3 പറയുന്ന സെറ്റ് ഓഫ് സോസ്പാൻസിനകത്ത് യൂസ്ഫുൾ ഇല്ല അല്ലെ, സെറ്റ് ഓഫ് സോസ്പാൻ യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് തമ്മിൽ ഡിസ്ജോയിന്റ് ആണ്. S2 പറയുന്ന നിങ്ങളുടെ പ്രസൻസുകളെല്ലാം എനിക്ക് വളരെ ഉപയോഗപ്രദമാണ് എന്ന് പറയുന്നു. അപ്പം അത് യൂസ്ഫുൾ തിങ്സിന്റെ സബ്സെറ്റ് ആയിട്ട് വരും S2. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കൺക്ലൂഷൻ ക്ലിയർലി വാലിഡ് ആണ്. അപ്പം വെൻ ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരയ്ക്കുന്നത്, വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് നമ്മുടെ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു അല്ലെ, റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ടിൻ ഓബ്ജക്ട്സുകൾ അല്ലെ, ടിൻ ഓബ്ജക്ട്സുകളെല്ലാം എന്തുപയോഗിച്ചാണ് മേഡ് ചെയ്തേക്കുന്നത്, ടിൻ ഓബ്ജക്ട്സ് ആണ് ആരുടെ സബ്സെറ്റ്, സോസ്പാൻ എന്ന് പറയുന്ന ടിൻ ഓബ്ജക്ട്സിന്റെ സബ്സെറ്റ് ആണ് അല്ലെ. ടിൻ ഓബ്ജക്ട്സുകൾ സോസ്പാൻ ഉപയോഗിച്ചിട്ടല്ലേ മേഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ടിൻ ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞ ആരുടെ സബ്സെറ്റ് ആണ് അല്ലെ, സോസ്പാൻ എന്ന് പറഞ്ഞാൽ ഈസ് എ സബ്ജക്ട് ഓഫ് ടിൻ ഓബ്ജക്ട്സ് ആണ്. അതേസമയം യൂസ്ഫുൾ തിങ്സുകൾ എന്ന് പറഞ്ഞാൽ ആരുടെ സബ്സെറ്റുമാണ്, യുവർ പ്രസന്റിന്റെ സബ്സെറ്റുമാണ്. വെൻ ഡയഗ്രാം ഉപയോഗിച്ചതാ ഇതിങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, നമ്മുടെ ആർഗ്യുമെന്റ് വാലിഡ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അതിന്റെ ആ പിക്ചോറിൽ റെപ്രസെന്റേഷൻ മനസ്സിലായോ? ഇവിടെ നോക്കിയാൽ ടിൻ ഓബ്ജക്ട്സ്, അതിനകത്താണ് ആര് വരുന്നത്, സോസ്പാൻ അല്ലെ. സോസ്പാൻ ആണ് വലിയ സെറ്റ്, അതിനകത്ത് ടിൻ ഓബ്ജക്ട്സ് വരുന്നു. ഇവിടെ വരുമ്പോഴത്തേനും യുവർ പ്രസൻസ്, അതിന്റെ വെളിയിൽ ആര് വരും, യൂസ്ഫുൾ തിങ്സ് വരും. ഓക്കെ, അപ്പം ഇവിടെ സോസ്പാൻ എന്ന് പറയുന്നത് എന്താണ്, സബ്സെറ്റ് ഓർ ഈക്വൽ ടു ടിൻ ഓബ്ജക്ട്സ് വരും. ടിൻ ഓബ്ജക്ട്സ് ആണ് വലുത്, സോസ്പാൻ അതിന്റെ വെളിയിൽ വരും. ഇവിടെ യൂസ്ഫുൾ തിങ്സ്, അതിനകത്താണ് എന്താണ്, സബ്സെറ്റ് ഓർ ഈക്വൽ ടു യുവർ പ്രസൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് അതിന്റെ പിക്ചോറിൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ആർഗ്യുമെന്റ് വാലിഡ്, ഒരു പ്രോബ്ലം തന്നാൽ അതിനെ നമ്മൾ വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റി വരയ്ക്കാൻ പറഞ്ഞാൽ ഈ രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. 1-2 പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.